Anna's Kitchen. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്. ഇന്ന് ഞാൻ ഒരു ക്യാരറ്റ് കപ്പ് കേക്ക് റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ക്യാരറ്റ് കപ്പ് കേക്ക് റെസിപ്പിക്ക് ഏറ്റവും ആവശ്യമായ സാധനം ക്യാരറ്റ് ആണ്. നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സ്റ്റാൻഡ് മിക്സർ ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡ് മിക്സർ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നല്ലൊരു എഗ് ബീറ്ററോ അല്ലെങ്കിൽ നല്ലൊരു സ്പൂൺ ആയാലും മതി. ക്യാരറ്റ് കേക്കിന് ഒരുപാട് നമുക്ക് മിക്സ് ചെയ്യാനൊന്നുമില്ല. ഒന്നുകൂടി ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാം. ക്യാരറ്റ് 3 എണ്ണം, മുട്ട 3 എണ്ണം, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഓയിൽ 1 കപ്പേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. മുട്ട ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ 1.5 കപ്പ്. അതുപോലെ തന്നെ ഫ്ലോർ, സെൽഫ് റൈസിങ് ഫ്ലോർ 1.5 കപ്പ്, നട്ട്മഗിന്റെ പൗഡർ 1.5 ഒരു 1/4 സ്പൂണ്, അതിലും കുറവെടുത്താൽ മതി. പിന്നെ ഒരു ഗ്രൗണ്ടഡ് സിന്നമൺ, ഒരു ലേശം ഉപ്പ്, ഇത്രയും മതി. പിന്നെ നമ്മൾ ഗ്രേറ്റർ എടുക്കുമ്പം ഈ ചെറിയ കണ്ണിയിൽ ഗ്രേറ്റ് ചെയ്താൽ നല്ലത്. അതിന്റെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമുക്ക് ആദ്യം വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് മിക്സ് ചെയ്യേണ്ടത്. നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസിനകത്ത് നമ്മൾ ആദ്യം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലതായിട്ട് ഷുഗറിനകത്ത് മിക്സ് ആവണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് എടുത്തു വെച്ചേക്കുന്ന 1.5 കപ്പ് ഓയിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് ബ്രൗൺ ഷുഗർ 1.5 കപ്പ് ബ്രൗൺ ഷുഗർ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഇത് മിക്സായി നല്ലതായിട്ട് യോജിച്ച് വരും. അപ്പോഴാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതൊന്ന് മിക്സ് ആയിക്കോട്ടെ. അപ്പോഴത്തേന് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒരു അരിപ്പയ്ക്കകത്തോട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് നല്ലതായിട്ട് യോജിച്ചെടുക്കണം. എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഓയിലും ബ്രൗൺ ഷുഗറും നല്ലതായിട്ട് മിക്സ് ആവുന്നുണ്ട്. നല്ലതായിട്ട് അത് യോജിക്കണം. നല്ലതായിട്ട് യോജിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മുട്ട ഇതിനകത്തോട്ട് ഇടുന്നത്. അപ്പം ഞാൻ മുട്ട നമുക്ക് റെഡിയാക്കി വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് മുട്ടയും കൂടി യോജിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്റ്റാൻഡ് മിക്സറിൻ്റെ ഈ പാഡിലൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. വിസ്ക് മാറ്റിയിട്ട് പാഡിലാക്കി. നല്ലതായിട്ട് മിക്സ് ആവുന്നില്ലായിരുന്നു. സ്റ്റാൻഡ് മിക്സർ കൊണ്ട് നമുക്ക് ഒത്തിരി യൂസ് ഉണ്ട്. നമുക്ക് ചപ്പാത്തി വരെ ഇതിനകത്ത് കുഴച്ചെടുക്കാം. ഒരു വീഡിയോ ഞാനത് ചെയ്യാം. ഞാനത് എങ്ങനെ കാണിച്ചു തരാം, എങ്ങനെ ചപ്പാത്തി നമുക്ക് ഒരു സ്റ്റാൻഡ് മിക്സറിൽ കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ ഷുഗറും ബ്രൗൺ ഷുഗറും ഓയിലും നല്ലതായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന 4 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. സെപ്പറേറ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാൻ മതി. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ആദ്യം മിക്സ് ചെയ്യുമ്പോൾ അതൊന്ന് പിരിയും, അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അത് മിക്സായി നല്ലതായിട്ട് വന്നോളും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തോട്ടെ. അപ്പം നമ്മുടെ മുട്ട ഇതിനകത്ത് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഞാനൊരു 1 മിനിറ്റ് ലെസ്സാണ് ജസ്റ്റ് ഒന്ന് അടിച്ചത്. പിന്നെ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന സെൽഫ് റൈസിങ് ഫ്ലോർ, ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർക്കരുത്, ഒരു ഇച്ചിരി ഹാഫായിട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ എല്ലായിടത്തും നല്ലതായിട്ടൊന്ന് യോജിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്
ക്രംസ് ഉണ്ടാവും. അപ്പം നമുക്ക് കേക്കിന് ഒരു ഈവൻ ടെക്സ്ചർ കിട്ടത്തില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. അടുത്ത ബാച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അവിടെ നിൽക്കട്ടെ. അപ്പൊ അതൊന്ന് അവിടെ യോജിച്ചോട്ടെ. ഞാൻ ആ ലാസ്റ്റ് ബിറ്റ് കൂടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ നമ്മുടെ മഫിൻ ട്രേ ഒന്ന് ലൈൻ ചെയ്യാം. ഞാനിവിടെ കപ്പ് കേക്ക് പേപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 2 എണ്ണം വെച്ച് തരാം. അപ്പോൾ അത് എടുക്കുമ്പോൾ ഒരെണ്ണം നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ 2 വെക്കുന്നത്. അപ്പം ഞാൻ ആ മഫിൻ ട്രേ മൊത്തം നമ്മൾ കപ്പ് കേക്ക് പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുമാതിരി മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി ക്യാരറ്റ് ഇട്ടാൽ മാത്രം മതി. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനെ ഇരിക്കണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. എന്നാലേ നമുക്ക് നല്ലൊരു കേക്കായിട്ട് കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ ക്യാരറ്റ് കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവനിൽ നിന്ന് ഞാനിപ്പോൾ എടുത്ത് കൂൾ ചെയ്യാൻ വെച്ചു. ഇത് കുക്കായെന്നറിയാൻ എൻ്റെ സെൻറ്റർ പോയിൻറ്റ് കുത്തിയിട്ടൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ക്ലിയർ ആയിട്ട് വന്നെങ്കിൽ അത് കുക്കായിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഡണ്ണാണ്. ആക്ച്വലി മിക്സിംഗ് ബൗൾ ഒന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് മാറാനായിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്ക് ക്യാരറ്റ് കേക്കിൻ്റെ കൂടെ എപ്പോഴും ഇഷ്ടമുള്ളൊരു ഫ്രോസ്റ്റിംഗ് ആണ് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്. അപ്പം നല്ലൊരു ഇങ്ങനൊരു വിസ്ക് വെച്ചിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൈപ്പിംഗ് ബാഗിലോട്ട് വെക്കാം. ഞാനിവിടെ ഒരു സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ നമ്പർ എനിക്കറിയില്ല, പക്ഷേ യൂഷ്വലി റോസറ്റ കേക്ക്സിനൊക്കെ ഞാൻ ഈ നോസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഇടാൻ പോകുന്ന നോസിൽ. സ്റ്റാർ നോസിലാണ്, ഇച്ചിരി വലിയ നോസിലാണ്. ഇങ്ങനൊരു ഗ്ലാസ് എടുക്കണം, എന്നിട്ട് പൈപ്പിംഗ് ബാഗ് അതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ ആ നോസിൽ അതിനകത്ത് പൈപ്പിംഗ് ബാഗിനകത്ത് ഇടണം. ഇട്ടിട്ട് നമ്മൾ കുറച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം താഴോട്ട്. ഈ പൈപ്പിംഗ് ബാഗിനകത്തോട്ട് ആ നോസിലിട്ടിട്ട് ചെറുതായിട്ടൊരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുക, അങ്ങോട്ട് താഴോട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ 3/4 പോർഷനിൽ. എന്നിട്ട് ആ നോസിൽ നമ്മൾ അതിനകത്തുനിന്ന് ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ സ്ലിറ്റ് ഇട്ട പോർഷന് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ആ നോസിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് താഴോട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഔട്ടർ കപ്പ് കേക്കിൻ്റെ പേപ്പർ അങ്ങ് റിമൂവ് ചെയ്യാം. അത് നല്ല ഒരു ഫിനിഷിങ് വരും. അങ്ങനെ 2 പേപ്പർ കപ്സ് വെക്കുമ്പോൾ എന്നിട്ട് നമുക്കത് പ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ഐസിങ് ബാഗിൽ നിന്ന് ക്രീം ചീസ് ഒന്ന്
ഫ്രോസ്റ്റ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് പിന്നെ വീണ്ടും അതിൻ്റെ ചുറ്റും വട്ടം കറക്കിയാൽ മതി. ആയിട്ടില്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് എല്ലാ കപ്പ് കേക്ക്സും ഒന്ന് ചെയ്തെടുക്കാം.